ആർഎസ്എസിന്റെ മൂശയിൽ വാർത്തവരോട് ഭാരതമാതാവിനെ പിന്തള്ളാൻ പറഞ്ഞാൽ അവർ തല്ലാതെ വിട്ടാൽ ഭാഗ്യം. ആരിഫ് മുഹമ്മദ് ഖാന്റെ പിൻഗാമിയായാണ് ബീഹാർ ഗവർണറായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരളത്തിലേക്ക് എത്തുന്നത്. കേരള ഗവർണർ സ്ഥാനത്ത് കാലാവധി പൂർത്തിയാക്കിയ ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാർ ഗവർണറായും കേന്ദ്രം നിയമിച്ചു. ഗോവ പനാജി സ്വദേശിയാണ് 70-കാരനായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ആർഎസ്എസിലൂടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച ആർലേക്കർ 1989-ൽ ബിജെപിയിൽ അംഗമായി. ബിജെപിയുടെ ഗോവ ജനറൽ സെക്രട്ടറി, സൗത്ത് ഗോവ പ്രസിഡന്റ്, ഗോവ വ്യവസായ വികസന കോർപ്പറേഷൻ ചെയർമാൻ, ഗോവ സംസ്ഥാന പട്ടികജാതി മറ്റു പിന്നാക്ക വിഭാഗ ധനകാര്യ വികസന കോർപ്പറേഷൻ ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. രാജ്ഭവനിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാഘോഷ പരിപാടി ബഹിഷ്കരിച്ച കൃഷിമന്ത്രി പി പ്രസാദിന്റെ നടപടി ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. സർക്കാരിന്റെ പരിപാടിയിലെ വ്യവസ്ഥാപിത ചിട്ടവട്ടങ്ങൾക്ക് വിരുദ്ധമായി വേദിയിൽ ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ചിരുന്നു എന്നാരോപിച്ചാണ് അദ്ദേഹം ബഹിഷ്കരിച്ചത്. രാജ്ഭവൻ ഈ ചിത്രം ആർഎസ്എസിന്റെ രാഷ്ട്രീയ അടയാളമാണ് എന്ന് മന്ത്രി ആരോപിച്ചു. സർക്കാരിന്റെ ഭാഗമായ പൊതുപരിപാടികളിൽ രാഷ്ട്രീയ അടയാളങ്ങൾ പാടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. കൃഷിവകുപ്പിന്റെ പരിപാടിയിൽ അരിവാൾ ചുറ്റിക ആലേഖനം ചെയ്ത കൊടിയുമായി താൻ വന്നു നിന്നാൽ എന്താണ് ഉണ്ടാവുക എന്നും ചോദ്യം. എന്നാൽ എത്രയേറെ സമ്മർദ്ദത്തിലായാലും ഭാരതമാതാവിനെ കൈവിടുന്ന പ്രശ്നമില്ല എന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. രാജ്ഭവൻ ഓഡിറ്റോറിയത്തിലുള്ള ഭാരത് മാതാവിന്റെ ചിത്രം വിവാദമായതിന്റെ പശ്ചാത്തലത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ പ്രസ്ഥാന കാലത്ത് ഉത്തരേന്ത്യൻ നാടുകളിൽ നടന്ന ചില മുന്നേറ്റങ്ങൾ മതാത്മകത കലർന്നവയായിരുന്നു. ജനങ്ങളെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് അടുപ്പിക്കാൻ അവരുടെ വിശ്വാസങ്ങളെ കൂടി ഉപയോഗിച്ചു. ഇതിന്റെ ഭാഗമായി ബാലഗംഗാധര തിലകന്റെ നേതൃത്വത്തിൽ ഗണേശോത്സവം എന്നൊരു പുതിയ ഉത്സവം തന്നെ രൂപപ്പെടുത്തിയെടുക്കുകയുണ്ടായി. സമാനമായ രീതിയിൽ ഏതാണ്ട് അതേ കാലയളവിലാണ് പശ്ചിമബംഗാളിൽ ഭാരതാംബയുടെ ഉദയം. ബ്രിട്ടീഷ് ഭരണാധികാരികളോടുള്ള അതിശക്തമായ വിയോജിപ്പിന്റെ പ്രതിഫലനമായിരുന്നു ഭാരതാംബ എന്ന സങ്കല്പം. 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെയാണ് ഭാരതമാതാവ് എന്ന സങ്കല്പം സാഹിത്യകൃതികളിലൊക്കെ രൂപം കൊള്ളുന്നത്. കിരൺ ചന്ദ്ര ബാനർജി 1873-ൽ എഴുതിയ ഭാരത് മാത എന്ന നാടകം അവയിൽ പ്രമുഖമാണ്. രാജാ രവിവർമ്മയാണ് ആദ്യമായി ഭാരതമാതാവിനെ ചിത്രീകരിക്കുന്നത് എന്ന് പറയാം. അതിനു മുൻപ് അത്തരമൊരു സങ്കല്പത്തെ ചിത്രീകരിച്ചതിന് തെളിവുകളൊന്നുമില്ല. രാജാ രവിവർമ്മയുടെ ചിത്രീകരണത്തിന് സ്വാഭാവികമായും കൊളോണിയൽ ശൈലിയാണ് ഉണ്ടായിരുന്നത്. പടിഞ്ഞാറൻ ഓയിൽ പെയിന്റിംഗ് ശൈലിയിൽ അദ്ദേഹം 1898-ൽ ഒരു ചിത്രം വരച്ചു. 2 സിംഹങ്ങൾക്കൊപ്പം 4 കൈകളുള്ള ഒരു ദേവീരൂപമായാണ് ഭാരതാംബയെ രവിവർമ്മ ചിത്രീകരിച്ചത്. രവിവർമ്മയുടെ പേരിൽ മറ്റൊരു ഭാരതാംബ ചിത്രം കൂടി പ്രചരിക്കുന്നുണ്ട് എങ്കിലും അതിന്റെ ആധികാരികത എത്രത്തോളമെന്ന് മനസ്സിലാക്കാൻ ആയിട്ടില്ല. എന്തായാലും ഭാരതമാതാവ് എന്ന് പറയുന്നത് ആർഎസ്എസുകാരുടെയോ ബിജെപിക്കാരുടെയോ ഒരു അമ്മ എന്ന സങ്കല്പത്തിലാണ് ഇപ്പോൾ പല രാഷ്ട്രീയക്കാരും കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുമ്പോൾ അത് ബിജെപിയുടേതാണ് അല്ലെങ്കിൽ ആർഎസ്എസിന്റേതാണ് എന്ന ഒരു ആശയമാണ് അവർ കൊണ്ട് എത്തിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വം എന്ന് നിലനിൽക്കുന്നു എന്നുള്ള ഒരു ആശയമാണ്. ശരിക്കും ഭാരതമാതാവ് എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയുടെ മണ്ണിനെ, ഭാരതം എന്ന രാജ്യത്തിന്റെ മണ്ണിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ആശയം തന്നെയാണ്. മാതാവ് എന്ന് പറയുമ്പോൾ ഭാരതത്തിന്റെ മാതാവ് എന്ന ആശയത്തിൽ അത് വിശുദ്ധമായ ഒരു സങ്കല്പം എന്ന് കരുതാതെ, മാതൃരാജ്യത്തെ അമ്മയായി കാണുന്ന ഓരോ പൗരനും മനസ്സിൽ സൂക്ഷിക്കുന്ന പവിത്ര വികാരം എന്ന് കാണാതെ, അല്ലെങ്കിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു ആശയം എന്ന് കാണാതെ, അമ്മയായ പ്രകൃതിയെ നമസ്കരിച്ച് തുടങ്ങണം എന്നുപോലും മനസ്സിലാക്കാതെ അസഹിഷ്ണുത കാണിക്കുന്നത് വർഗീയത പ്രചരിപ്പിക്കാൻ തന്നെയാണ് എന്നത് വ്യക്തം. എന്തായാലും ഇന്നത്തെ ദിവസം പരിസ്ഥിതി ദിനത്തിൽ തന്നെ ഭാരതാംബയെ കുറിച്ച് ഇത്തരത്തിലൊരു തർക്കമുണ്ടായത് ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കുകയില്ല. കാരണം ഭാരതാംബ എന്ന് പറയുന്നത് ഭൂമിയുടെ സങ്കല്പമാണ്. ഭൂമിയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് ഓരോ പരിസ്ഥിതി ദിനവും. ഈ പരിസ്ഥിതി ദിനത്തിൽ തന്നെ ഭാരതാംബ എന്ന ആശയത്തെ മനസ്സിലാക്കാൻ സാധിക്കാതെ ഭാരതാംബ ആർഎസ്എസുകാരുടേതാണ് അല്ലെങ്കിൽ ബിജെപിക്കാരുടേതാണ്, ബിജെപി രാഷ്ട്രീയത്തിലെ അവരുടെ അമ്മയാണ് എന്ന സങ്കല്പത്തിൽ ഭാരതാംബയെ വേണ്ട എന്ന് പുച്ഛിച്ച് ഇറങ്ങിപ്പോയ അദ്ദേഹത്തിന്റെ വകുപ്പിനെ തന്നെ അവഹേളിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കൃഷി എന്ന അദ്ദേഹത്തിന്റെ വകുപ്പിനെ തന്നെ അദ്ദേഹം ഭാരതാംബയുടെ ചിത്രം ആവശ്യമില്ല, അല്ലെങ്കിൽ ഭാരതാംബയ്ക്ക് ഒരു അർച്ചന ആവശ്യമില്ല, പുഷ്പാർച്ചന ആവശ്യമില്ല എന്ന് പറഞ്ഞതിലൂടെ അദ്ദേഹം തന്റെ വകുപ്പിനെ തന്നെയാണ് അവഹേളിച്ചിരിക്കുന്നത്. ഭൂമിയുമായി ബന്ധപ്പെട്ട ഒന്നാണ് കൃഷി. ആ ആശയത്തിൽ ഭൂമിയുടെ അമ്മ അല്ലെങ്കിൽ ഭൂമി മാതാവ്, അതാണ് ഭാരതാംബ. അതുപോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ രാഷ്ട്രീയക്കാർക്ക് ഇല്ല എന്ന് വേണം ഈ ഒരു തർക്കത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഭാരതാംബ അത് വിശുദ്ധമായ ഒരു സങ്കല്പമാണ്. ഓരോ ഭാരതീയനും തങ്ങൾ ജീവിക്കുന്ന ഈ ഭാരതം എന്ന നാടിന്റെ അമ്മയാണ് ഭാരതാംബ എന്ന വിശുദ്ധമായ സങ്കല്പം. അത് മനസ്സിലാക്കി അവർ തന്നെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ.